കേരളമെമ്പാടുമുള്ള എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ഷോ മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, co-branded by KSFE Harmony ചിട്ടികൾ and special partner Happy Jam. നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ. ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിങ്ങം വരെ ഒന്നും വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. നമ്മൾ നേരത്തെ അങ്ങോട്ട് ഓണം തുടങ്ങി വെക്കുകയാണ്. ബാക്കിയുള്ളവർ നമ്മളെ കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. ഓണമൊക്കെ ഒരു മാസത്തോളം ആഘോഷിക്കണം എന്നാണ് എന്റെ ഒരു 10 ദിവസത്തിലൊന്നും പരിപാടി നിർത്തരുത്. സത്യം പറയൂ, എന്തൊക്കെയുണ്ട്? എന്റെ പേര് ഹരിശങ്കർ. പക്ഷെ ഞങ്ങളുടെ പ്രിയനാ. ഞങ്ങളുടെ പ്രിയനാ. നമ്മുടെ ചട്ടമ്പാറു സീരിയലില് പ്രിയ എന്നുള്ള കഥാപാത്രമാണ് ഞാൻ. പാർവതി, പാറുക്കുട്ടി, പറയൂ പാർവതി. സുന്ദരി കുട്ടിയാണ് ഈ പാറുക്കുട്ടി. ചട്ടമ്പി പാറു എന്ന് പോലെ കേട്ടോ, സുന്ദരി പാറു എന്ന് സീരിയലിന് പേരിടണമായിരുന്നു. പറയൂ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് കുബ്ര. എന്ത് കുബ്ര? എന്ത് അരുമയാണ് പേര്. കോബ്ര എന്നാണോ പറഞ്ഞേ? ചേട്ടാ കുബ്ര കണ്ടുവെച്ചിട്ടാ அந்த പേര് ഇട്ട് വെച്ചിരിക്കുന്നത്. പെർഫെക്റ്റ്. പാറുവിന്റെ അടുത്ത് പ്രിയൻ ഇത്രത്തോളം ഇഷ്ടം തോന്നാൻ ഈ പാറുവിൽ എന്താണ് ഇത്രത്തോളം ഒരു സ്പെഷ്യാലിറ്റി ഇരിക്കണേ? പാറു ഭയങ്കര ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആൻഡ് സ്ട്രൈറ്റ് ആൻഡ് ഫോർവേഡ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആള് പൊട്ടിയാണ്, ഇന്നസെന്റ് ആണ്, ഭയങ്കര നിഷ്കളത. ആ കുട്ടീനെ ആണ് പ്രിയന് ഇഷ്ടം. അതാണ് എന്തൊരു നാണോ ഒരു വിഷമമൊക്കെ നിനക്ക് പറയുമ്പോ. മറ്റേ പറഞ്ഞ കളിപ്പാവൂലേ? ഓ ശരി. ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൈലാഷ് അവന് പ്രേമാണല്ലേ? കുട്ടിക്ക് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളാണല്ലോ ഇഷ്ടം അല്ലേ ചേട്ടൻ പറഞ്ഞു? പിന്നെ എന്തിനാ ഈ ടൗണിൽ പോയി ജോലി ചെയ്യുന്നേ? വൈ? ഗ്രാമം സൈഡ് അത്ര ഒന്നും ജോലി ഇല്ലല്ലേ, എനിക്ക് പൈസ കുറയെ വേണമല്ലേ. സോ ഫാമിലിക്കാக പൈസ വേണം, അത് വേണ്ടി സിറ്റിക്ക് വന്ന് വർക്ക് ചെയ്യണം. അടിച്ചു കേറിവയിൽ ഇന്ന് ഓണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ചെറിയ ലെവൽ സമ്മാനമൊന്നുമല്ല കൊടുക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ 1,05,000 രൂപയാണെങ്കിൽ ഓണമായോണ്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരു 25,000 രൂപയും കൂടെ അങ്ങോട്ട് പാരി എറിയാണ്. കറക്റ്റ്. അങ്ങനെ ടോട്ടൽ 1,30,000 രൂപയുടെ സമ്മാനങ്ങളാണ് അടിച്ചു കയറി വാ ഓണം സ്പെഷ്യലിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ 1,30,000 രൂപയുടെ സമ്മാനങ്ങളും കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ പോകുന്ന ഭാഗ്യശാലികൾ ആരാണ് എന്ന് നമുക്ക് നോക്കാം. Let us welcome the contestant. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. റാപ്പ് സോങ്ങും ഡപ്പാക്കുത്തും. സാധാരണ നമ്മുടെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരെ വെച്ചൊക്കെ മത്സരിപ്പിക്കാറുള്ളൂ. അത് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയി റിസർവ് ബെഞ്ചിലൊക്കെ ഇരിക്കും. പക്ഷെ ഇന്ന് ഓണം ആയതുകൊണ്ട് നമുക്ക് ഇന്ന് റിസർവ് ബെഞ്ച് ഇല്ല. അതായത് നിങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും അവസരമുണ്ട്. തോറ്റു പോകുമെന്ന് പറഞ്ഞു നിൽക്കുന്ന അവസാന നിമിഷം വരെയും നമുക്ക് കേറി വരാൻ പറ്റും. അതാണ് അങ്ങോട്ട് ആവേശത്തോടെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 30,000 രൂപ വില മതിക്കുന്ന സമ്മാനം. നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാൾക്ക് കിട്ടാൻ പോകുന്ന 30,000 രൂപയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നെ വരും ദിവസങ്ങളിൽ അത് 1,30,000 രൂപ വരെ അങ്ങനെയൊക്കെ കേറി പോകും. സട്ടമ്പിപ്പാറ് അത്രേ ഉള്ളൂ. നീ എല്ലാം കൊണ്ട് സട്ടമ്പിപ്പാറൂല് നിർത്തുന്ന എന്തിനാണ്? എല്ലാമേ അല്ല, ഗെയിമിലോടെ പാർട്ട്ണർ. ഇതേ മത്സരമാണ്. ആദ്യത്തെ പെയർ അടുത്ത ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്നസ് ആൻഡ് ശിവപ്രിയ, ബിന്ദു ചേച്ചി ആൻഡ് ഗോപിക. ഓണ നിറവിൽ നമ്മൾ തുടങ്ങുകയാണ് അടിച്ചു കേറിവയുടെ ഓണം മത്സരങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡ്. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ മത്സരത്തിൽ 2 മത്സരാർത്ഥികൾ എത്തിയിരിക്കുകയാണ്. എന്റെ സൈഡിൽ ഗോപികയും എന്റെ സൈഡിൽ ബിന്ദു ചേച്ചിയും. അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരു വാഴയിലയുണ്ട്. ഈ വാഴയില നിങ്ങൾ തലയിൽ വെക്കുന്നു. തലയിൽ വെച്ച് ബാലൻസ് ചെയ്യുന്നു. പൂക്കൾ അതിന് മുകളിൽ വെക്കുന്നു. എത്ര പൂ വെക്കാൻ പറ്റുമോ അത്രയും പൂ നിങ്ങൾ വെക്കുക. അതിനുശേഷം തലയിൽ ബാലൻസ് ചെയ്ത് തന്നെ ഇത് കൊണ്ടുപോയി ആ ബൗളിൽ ഇടണം. ഏറ്റവും കൂടുതൽ പൂ ഇടുന്ന ആൾ മത്സരത്തിൽ വിജയിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്നു 60 സെക്കൻഡ് സമയം. இப்ப நீங்க சொல்லுங்க, நீங்க யாரு, எதுக்கு இங்க வந்திருக்கீங்க? എന്റെ പേര് ബിന്ദു ലക്ഷ്മി. ഞാൻ ഇവിടെ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണ്. ഇവിടെ നിന്ന് കിട്ടുന്ന സമ്മാനം എന്ത് ചെയ്യും? കുറി വയ്ക്കും. സഫീര കുറി വയ്ക്കും. ഇനി നമ്മുടെ സ്റ്റുഡന്റ് അല്ല മിസ് പറയട്ടെ, ഗോപിക മിസ്. ഓ ഗോപിക. എന്റെ പേര് ഗോപിക. വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്. ഓ ഷിറ്റ്. വിജയുടെ ഹൃദയം. വേറെ ഒന്നും പറയണ്ട, നമുക്ക് ഗെയിം തുടങ്ങാം. ഞാൻ ரொம்ப ഡീസന്റ് ആണ്. ഞാനും ശേല പാറും താൻ പെയർ எல்லாமே போச்சு. இனி நீங்க மட்டும்தான் எனக்கு இருக்கு. ഒന്നും വേണ്ട. ഈ പഞ്ചാരയുടെ കഴിഞ്ഞെങ്കിൽ അടുത്ത അപ്പൊ നമ്മൾ മത്സരം ആരംഭിക്കുന്നു. Your time starts now.
തല തിരിച്ചു വെക്കണം. അങ്ങനെ എങ്ങനെ വേണം വെക്കാം, ഞങ്ങളുടെ ഇഷ്ടം. നീ പോടാ. അല്ല വെച്ചു, ഇത് തലേ വെക്കണം ചേച്ചി. ഇതൊക്കെ കൂടെ തലേ ഇരിക്കൂ. അടിപൊളി ടീച്ചറെ. തട്ടിക്കോ 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 തട്ടിക്കോ. ഒരെണ്ണം കൊണ്ട് ഇടുവേ. ഇതിനാണ് ചീറയാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അവിടെ എത്തിട്ട് പതുക്കെ എടുക്ക് ചേച്ചി, പതുക്കെ എടുക്ക്, പതുക്കെ. ഇതിൽ രണ്ടാമതൊരു ചാൻസ് ഇല്ല. ഒരു പൂ തരാമോ, എന്തൊരു ആർത്തിയാണ്. ഒരു കായ് തരാമോ. ഇത്ര തരണ്ട ചേച്ചി. 10 9 8 7 6 5 4 3 2 1 0. Oh my God! അങ്ങനെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബട്ടറുമായി വന്ന നമ്മുടെ ഗോപിക ഇംഗ്ലീഷ് ടീച്ചറിനെ മലർത്തി അടിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഗീത ചേച്ചി. അളിയാ, സാധാരണ നമ്മുടെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം തോറ്റാലും അടുത്ത ലെവലിലോട്ടൊക്കെ കയറാം. പക്ഷെ ഇന്ന് ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് എല്ലാരെയും പങ്കെടുപ്പിക്കേണ്ടത് കൊണ്ടും ഒരു ഗെയിമിൽ ഔട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ലൂസേഴ്സ് ഒരു സെക്ഷനിലോട്ടായിരിക്കും നിങ്ങളെ മാറ്റുന്നത്. പക്ഷെ ഈ വീണ്ടും പങ്കെടുക്കാനുള്ള ഒരു അവസരം നമ്മൾ വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് സെമി ഫൈനൽ ഉണ്ട്, ഫൈനൽ ഉണ്ട്, അതിന് മുന്നേ ഒരു ലൂസേഴ്സ് ഫൈനൽ ഉണ്ട്. അപ്പൊ അവിടുത്തെ ടീച്ചർക്ക് നേരെ പോയി സെമി ഫൈനലിൽ മത്സരിക്കാൻ പറ്റും. തോറ്റതിന്റെ വല്ലാത്തൊരു ക്ഷീണം എനിക്കുണ്ട്. നമുക്കൊരു നാരങ്ങ വെള്ളം കുട്ടി, കുടിക്കാൻ നമുക്കൊരു ചിന്ന ബ്രേക്ക് എടുക്കലാമാ? ഇത് പുടുങ്കേ. താങ്ക് യു. അപ്പൊ പുടുങ്കേ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിക്കുന്നാണ്. ആണോ? ഇത് പിടിങ്ക. അപ്പൊ ഞാൻ നിങ്ങളോട് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ചോദ്യം, പെയ്തൊഴിയാതെ സീരിയലിൽ ചാരുവിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് ആരുമായാണ്? അരവിന്ദൻ. അരവിന്ദൻ കറക്റ്റ് ആൻസർ. അമ്മ എണീക്കൂ. അമ്മയ്ക്ക് ഡീപൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു മനോഹരമായ സമ്മാനം. ഓക്കെ, അടുത്ത ചോദ്യം. കന്യാദാനം സീരിയലിൽ ജീവൻ രാജിന്റെ മിസ്സിങ്ങിന് അതിനുവേണ്ടി ആരെയാണ് സംശയിക്കുന്നത്? ഗൂഗിൾ. മുംതാസ് ഗോൾഡ് പ്രീമിയം ക്വാളിറ്റി ബിരിയാണി റൈസ് നൽകുന്ന ഒരു കിടില സമ്മാനം. അമ്മമ്മ ഇങ്ങോട്ടോ, അടുത്തോട്ട് വാ. അമ്മമ്മ ചരിത്രത്തിന്റെ ബുക്കുമായിട്ട് വരികയാണ്. ഓ പ്രിയൻ. ഞാൻ ഇവരുടെ സീരിയല് മുടങ്ങാതെ കാണാറുണ്ട്. ഇവരുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാറുവിന്റെയും പ്രിയന്റെയും. പാറുവിന് ഒരു ഉമ്മ കൊടുത്തേ. ഇനി എനിക്കൊരു ഉമ്മ തന്നെ. അവന് കൊടുക്കണ്ട, കടിച്ചാ മതി. ഉമ്മകൾ 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 ഓണ ഉമ്മകൾ. പാറുവിന്റെ അഭിനയമൊക്കെ വളരെ പെർഫെക്റ്റ് ആവുന്നുണ്ട്. ഓ താങ്ക് യു. എന്തായാലും വില്ലത്തി ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ നന്നായിരിക്കണം. ഓ താങ്ക് യു. അമ്മമ്മയുടെ ആഗ്രഹം പാറു പ്രിയനെ പ്രേമിക്കണം എന്നാണോ, പ്രിയനെ അതോ മുതലാളി കൈലാശ്? ഇല്ല, പ്രിയനാണ് നല്ലവൻ. അപ്പൊ കൈലാസ് നല്ലവനാണ്, പക്ഷെ പറ്റൂല. അത് കാര്യം പറ. അത് അവന്റെ അമ്മ ഇത്തിരി വലിയ വെയിറ്റ് ഉള്ള ആളാണ്. അതാണ് കാരണം. അതാണ് ഒരു പ്രശ്നം. അല്ല, പ്രിയനെ കൂടെ ബെറ്റർ ഞാനായിരുന്നാലാ? നീ വേണ്ട, വെറുതെ ചോദിച്ചു പേടിച്ചളിയാ. ഞാനൊരു ഉമ്മ തരട്ടെ. അമ്മയുടെ പേരെന്തുവാ? പത്മം. പത്മ. ശരിക്കും ശ്രീ പത്മം എന്ന് പേരിടണ്ടേ? ഇനി നമുക്ക് ആഗ്നസിനെ ശിവപ്രിയയും ഇറക്കാനുള്ള സമയമായിരിക്കുകയാണ്. ആഗ്നസ് ആൻഡ് ശിവപ്രിയ വരൂ. ഞാൻ ശിവപ്രിയ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ 3rd ഇയർ BSc മൈക്രോബയോളജി. എൻ്റെ പേര് ആഗ്ന റോബിൻ. ഞാൻ ഈ കോളേജിലത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ടെക്നോളജിയിലത്തെ ഫാക്കൽറ്റിയാണ്. നിങ്ങളിവിടെ കണ്ടില്ലേ ഒരു റിങ്? കണ്ടു. 2 റിങ്. ഈ 2 റിങ്ങിലും നിങ്ങൾ ഇങ്ങനെ കയറി നിൽക്കണം. ഒറ്റക്കാലിലെ നിൽക്കാൻ പറ്റൂ. എന്നിട്ട് വടം വലിച്ച് പുറത്തേക്ക് ഇടണം. ആദ്യം ആര് പുറത്താകുന്നോ അവർ ഔട്ടാകും. അങ്ങനെ 3 ചാൻസ് വരും. ബെസ്റ്റ് ഓഫ് 3. ആരാണ് ഈ 3-ൽ 2 സ്കോർ ചെയ്യുന്നത് അവരായിരിക്കും ജയിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ ഗോപിക മിസ് ഒന്ന് തോപ്പിച്ചിട്ട് പോയതാണ്. ഈ ഒരു സൈഡിന് അഭിമാനിക്കാൻ ഇനി ശിവപ്രിയ മാത്രമേ ഉള്ളൂ ബാക്കി. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല, ചെയ്ത് കാണിക്കാം. ഓക്കെ, ടീച്ചർ വേഴ്സസ് സ്റ്റുഡന്റ് ആണ്. 3 2 1 ഗോ. എന്റെ ശിവപ്രിയ എന്റെ
തെന്നിപ്പോയതാണ് പാവം. ഇത് തെന്നും. ഇതാണ് ഈ മത്സരം. നല്ലൊരു ഗൈഡ്. ഫസ്റ്റ് റൗണ്ട് ആകുന്ന ടീച്ചർ. സ്ട്രോങ് ആണില്ല. 3, 2, 1 ഗോ. വലിക്ക്. വലിച്ചിട്ട് ഇങ്ങോട്ട്. ഞാൻ ജയിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ലെവലിലെ രണ്ടാമത്തെ മത്സരം കഴിഞ്ഞപ്പോഴും വിജയുടെ ടീമിലെ ശിവപ്രിയെ മലർത്തി അടിച്ചിരിക്കുകയാണ് ആഗ്നസ് ടീച്ചർ. നമ്മൾ പുറത്തു പോകുന്നില്ല. നമുക്ക് ഇനി ലൂസേഴ്സ് ഫൈനലിൽ ലൂസേഴ്സിനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിൽ നമുക്ക് ഇനിയും ജയിക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അങ്ങനെ ലൂസേഴ്സിനെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഞാനിപ്പോ. നല്ലതുണ്ട്. ഞാൻ പ്രോത്സാഹിപ്പിക്കും. നല്ല സാധനം. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നേരെ പോയി KSF ഹാർമണി ചിട്ടികളിൽ ചേരുക. ചേരുന്ന 100 പേരിൽ സമ്മാനമായി സിംഗപ്പൂർ യാത്ര. വണ്ടർഫുൾ. ടീച്ചർ, നമുക്കിനി അടുത്ത സെമി ഫൈനലിൽ കാണാം. താങ്ക് യു ശിവപ്രിയ. ശിവപ്രിയ ലൂസേഴ്സ് ഫൈനലിൽ കാണാം. പോയിക്കോളൂ. നമുക്ക് ഓഡിയൻസിന് ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കണം കേട്ടോ. ശ്രീഭദ്രയ്ക്ക് കിട്ടുന്നത് ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ആമ്പർ ആണ്. ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽസ് ഈ കവറിലുണ്ട്. ഈ എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് 30,000 രൂപയുടെ സമ്മാനങ്ങളാണ്. യെസ്, ഇവിടുന്ന് ഒരാള് 30,000 രൂപ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ 30,000 രൂപയും കൊണ്ട് വീട്ടിൽ പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അതിന് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. പോക്കി പറയാം. അപ്പൊ ഈ 30,000 രൂപയിലേക്ക് ഇനി അടുത്തെത്താൻ പോകുന്നത് ആരാണ്? ഞാൻ വിളിക്കും. വിളിക്കൂ. ഇത്തവണയെങ്കിലും ജയിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടണേ എന്റെ ഭഗവാനെ. അല്ലേ പാറു? മൈ ലക്കി ചാം. ജയിക്കാൻ വേണ്ടിയുള്ള ഒരു അമർ നിരുന്നതാണ്. ഇനിയാണ് പുലി ചാടാൻ പോകുന്നത്. നീതു ആൻഡ് അൻസിയ. ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ. എന്റെ പേര് നീത. ഞാനിവിടെ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തൊക്കെയായാലും ബൈ ദ വേ ടീച്ചറിന്റെ മൂക്കൂത്തി നല്ല രസമുണ്ട് കേട്ടോ. നൈസ്. കുറുക്കന്റെ കണ്ണെപ്പോഴും കോഴിക്കൂട്ടിലായിരിക്കും. എന്റെ പേര് അൻസിയ. ഞാൻ ഇവിടെ 3rd ഇയർ ടെക്നോളജി സ്റ്റുഡന്റ് ആണ്. അൻസിയക്ക് ഇവിടെ ഈ കോളേജിനെ പറ്റി പ്രിയപ്പെട്ടത് എന്തൊക്കെയാണ്? എന്താണ് പറയാൻ? ഇവിടുത്തെ മിസ്സുമാര് സൂപ്പറാ. അതെ, എനിക്കും അതേ അഭിപ്രായമാണുള്ളത്. ഇവിടുത്തെ മിസ്സുമാര് സൂപ്പറാണ്. അടിപൊളി. അപർണ മിസ് സൂപ്പറാ. പിന്നെ വേറെ ഏത് മിസ് സൂപ്പറാ? ഞാൻ കണ്ടോട്ടെ. ഹെന്നത്ത് മിസ് സൂപ്പറാ. നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് പായസമാണ്. നിങ്ങൾ ഈ പായസം കുടിച്ചു തീർക്കണം. 60 സെക്കൻഡ് സമയത്തിൽ ഏറ്റവും കൂടുതൽ പായസം കുടിക്കുന്ന ആളായിരിക്കും ജയിക്കുന്നത്. കൈയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. 2 കൈയും പുറകെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പായസം കുടിക്കണം. അങ്ങനെയും കുടിക്കാം, മുഖം കുടിക്കാം. ശരിയല്ലേ? Come on, Ansiya. Your time starts now. Let's go. ഓടി കുടിക്ക്. കുടി. ജ്യൂസ് വലിച്ചെടുക്കുന്ന പോലെ കടവിക്കൊടു. കടിച്ചു തിന്നു. സ്വന്തം മാല തിന്നരുത്. അത്രേ ഉള്ളൂ. കടിച്ചു തിന്നു ടീച്ചർ. കടിച്ചു തിന്ന്. കടിച്ചു തിന്നിട്ടാ. 4, 3, 2, 1, 0. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അൻസിയുടെ മുഖം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചു മുഖമാണ്. തല മുഴുവൻ ഇതിന്റെ അകത്ത് പോയി. അൻസിയുടെ മൂക്ക് പോലും ഇതിനകത്ത് ഇറങ്ങുന്നില്ല. അതായിരുന്നു പ്രശ്നം. പ്രിയ സുഹൃത്തുക്കളെ, ഈ റൗണ്ടും ഈ മത്സരവും വിജയിച്ചിരിക്കുകയാണ് എന്റെ സ്വന്തം നീത. ആദ്യത്തെ ലെവലിൽ എന്നെ ഗോപിക വന്ന് ചതിച്ചു. രണ്ടാമത്തെ ലെവലില് ശിവപ്രിയ വന്ന് ചതിച്ചു. മൂന്നാമത്തെ ലെവലില് ദാണ്ട തലകയറ വലിയൊരു തലയായിട്ട് വന്ന് ഈ അൻസിയ എന്നെ ചതിച്ചിരിക്കുകയാണ്. ഇത് എന്തൊരു ഓണമാണ് എന്റെ ഭഗവാനെ. വന്നിരിക്കുവോ മൂക്കുത്തിട്ടോണ്ട്? അതായത് പ്രിയപ്പെട്ട വിജയ്, യെസ്, നിന്റെ പേര് വിജയും നിനക്ക് ദൈവം തന്നോണ്ടിരിക്കുന്നത് തോൽവികളുമാണ്. നീ ഇത് മനസ്സിലാക്കണം. പക്ഷെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അല്ലേ പാറു?
വിജയ് നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കാര്യം, ഞാൻ ലൂസേഴ്സ് ഫൈനലുള്ള ടീമിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏതാണ്ട് അതിന്റെ കാര്യം തീരുമാനമായി. അവന്റെ ടീമിൽ കളിച്ച 3 പേരും കറക്റ്റ് ടീമിൽ കയറിയിട്ടുണ്ട് ലൂസേഴ്സ് ഗെയിമിൽ കയറാൻ. അപ്പൊ മക്കളെ പോയിട്ടാ പാറു, നമ്മ ഓണം എല്ലാമേ പോച്ചു നിന്റെ ഓണം എന്ന് പറഞ്ഞാൽ വന്നോണം നിന്നോണം പൊക്കോണം. അതാണ് നിനക്ക് പറ്റിയ ഓണം. എല്ലാ ടീം മെമ്പേഴ്സും തോറ്റു പോയി. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് അല്ല, എപ്പോഴാണ് നമ്മുടെ ഫൈനൽ? അതായത് ഇപ്പൊ ലൂസേഴ്സിന് വേണ്ടിയുള്ള മത്സരം ഉണ്ട്. അത് കാണണമെങ്കിൽ പ്രേക്ഷകർ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഈ ആഴ്ച ഇപ്പൊ ജയിച്ച 3 പേരില്ലേ, അവരിൽ ഒരാൾക്ക് നമുക്ക് 30,000 രൂപ കൊടുക്കണ്ടേ? പിന്നെ അത് വേണം. ആ ഭാഗ്യശാലി ആരും നോക്കണം. അങ്ങനെ നമ്മൾ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട അടിച്ചു കയറിവയിലെ പ്രിയപ്പെട്ട റൗണ്ട് ജാക്ക്പോട്ട്. അപ്പൊ ജയിച്ചു നിൽക്കുന്ന നമ്മുടെ 3 മത്സരാർത്ഥികളും ഓടി വരൂ. നിങ്ങൾക്ക് ഒരാൾക്കാണ് 30,000 രൂപ ലഭിക്കാൻ പോകുന്നത്. ഇത്രയും നേരം ഇവര് കഴിവുകൊണ്ടാണ് ജയിച്ചോണ്ട്. അതെ. പക്ഷെ ഇനി നിങ്ങൾ ജയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലോട്ടറിയാണ്, ഒരു ഭാഗ്യമാണ്. ജാക്ക്പോട്ട് റൗണ്ട് ആണ് കേട്ടാ. ഭാഗ്യം. ഡേയ്, കുടവും സെറ്റപ്പും ഒക്കെ എവിടെ പോയി? അതെല്ലാം നമ്മൾ ഇറക്കി വെച്ച്. ഓണം അല്ല അളിയാ, ഇതെന്തുവാ? ഓണത്തിന് നമ്മൾ കിഴി പണക്കിഴിയാണ് കൊടുക്കുന്നത്. പണക്കിഴി. യെസ്. ഇത്തവണയെങ്കിലും എന്റെ ഒരു പ്രാർത്ഥന എന്റെ കൂടെ നിൽക്കുന്ന ബിന്ദു ടീച്ചർ ജയിക്കണമെന്നാണ്. ഈ 3 കിഴികളിൽ ഒരു കിഴിയിൽ 30,000 രൂപ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സമ്മാനങ്ങൾ. നിങ്ങൾ ഓടി വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. നിങ്ങൾ എടുക്കുന്നതിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായോ? 30,000 രൂപ അതിനകത്തുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട്. ഇതൊരു ഭാഗ്യത്തിന്റെ കളിയാണ് കേട്ടോ, സ്കില്ലൊന്നും വേണ്ട. അല്ലെ പൈസ എന്ന് പറഞ്ഞപ്പോ 2 എണ്ണവും 2 സൈഡിൽ നിന്ന് ഒന്ന് തപ്പലോടെ നിങ്ങളൊന്ന് കുലുക്കിയൊക്കെ നോക്കുന്നുണ്ടല്ലോ. അപ്പം ഒരുമിച്ച് ഓപ്പൺ ചെയ്തോളൂ. ഈശ്വര ഭഗവാനെ, അതിനകത്ത് എന്റെ ബിന്ദു ചേച്ചിക്ക് കിട്ടണേ. ബിന്ദു ടീച്ചറെ, ജപിച്ച മുട്ട. ഇവിടെ ഒരു തുണ്ടുണ്ട്, ഇവിടെ തുണ്ടുണ്ട്. ഒന്നുമില്ല, ഇതിലും ഒന്നുമില്ല. അപ്പോഴും ജയിച്ചിരിക്കുകയാണ് എന്റെ സ്വന്തം ടീച്ചർ. നമ്മുടെ സ്വന്തം നിധയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 30,000 രൂപയുടെ സമ്മാനങ്ങൾ. കൈയടിക്കോ. ഈ 30,000 രൂപയും കൊണ്ട് വീട്ടിൽ പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. കാര്യം ഈ 30,000 രൂപ വെച്ചോണ്ട് വേണം അടുത്ത ലെവലിലേക്ക്, അടുത്ത എപ്പിസോഡിൽ നമ്മൾ കളിക്കാൻ. അവിടെയും ജയിച്ചാലേ ഉള്ളൂ ബാക്കിയുള്ള പൈസയും കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അളിയാ, ഈ എപ്പിസോഡിൽ നമുക്ക് ഏറ്റവും ഒരു സ്പെഷ്യൽ ഹാപ്പി മൊമെന്റ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ അമ്മൂമ്മ ഇങ്ങോട്ട് വന്നപ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും ഉമ്മ വാരി എറിഞ്ഞ ആ അമ്മൂമ്മയെ നമ്മൾ ഒരുപാട് സന്തോഷത്തോട് ഇങ്ങോട്ട് വിളിക്കുകയാണ്. അമ്മൂമ്മ വാ. അമ്മൂമ്മയ്ക്ക് ഹാപ്പി നൽകുന്ന ഒരു ഗിഫ്റ്റ് ആമ്പറാണ് അമ്മൂമ്മ. അല്ലെ, ഈ എപ്പിസോഡിൽ നമുക്ക് എനർജി ഇവരൊക്കെ തന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ സെലിബ്രിറ്റീസും നമുക്ക് കുറെ എനർജി തന്നിട്ടുണ്ട്. അല്ലേ? അപ്പൊ 2 പേർക്കും സമ്മാനമായിട്ട് 2 പേരും നന്നായിട്ട് കിടന്നുറങ്ങട്ടെ, നന്നായിട്ട് ഉണരാൻ. ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ ലൂസേഴ്സ് ഫൈനലുണ്ട്. അതിൽ നിന്ന് ആരാണ് സെമി ഫൈനലിലേക്ക് വരുന്നതെന്നും ഇവരിൽ നിന്ന് ആരാണ് സെമി ഫൈനലിൽ ജയിച്ച് അവിടെ നിന്നും ഫൈനലിലേക്ക് പോകുന്നതെന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കൂടെ കാത്തിരിക്കേണ്ടി വരും. കിട്ടാൻ പോകുന്നത് 1,30,000 രൂപയുടെ സമ്മാനങ്ങളാണ് ഓണനാളുകളിൽ സൂര്യ TV നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് കൊടുക്കുന്നതായി. ഒരാൾക്കല്ല കേട്ടോ, ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും കൂടെ നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട്. അളിയാ, നമ്മുടെ സൂര്യ ടിവിയിൽ ഓഗസ്റ്റ് 30 എന്ന് പറഞ്ഞാൽ സൂര്യ ടിവിക്ക് വളരെ വളരെ സ്പെഷ്യൽ ഒരു ദിവസം. കാര്യം നമ്മുടെ അടിച്ചു കയറിവയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സും ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സൂര്യ ടിവിയിൽ ഓഗസ്റ്റ് 30 8 മണിക്ക് പുതിയൊരു ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഫൺ ബേബി ഫൺ. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട്, അത് നമുക്കെല്ലാം പ്രിയപ്പെട്ടതും ചിലർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട സിബിൻ തന്നെ പറയും. നിങ്ങൾ വർഷങ്ങളായി ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത രമേശ് പിഷാരടി, ഒപ്പം തന്നെ നമ്മുടെ ആ ഫേവറേറ്റ് ടീം ധർമ്മജൻ ചേട്ടൻ ആൻഡ് ആര്യ. അപ്പോ ആ ഒരു മാജിക് കോംബോ വീണ്ടും നമ്മൾ വെള്ളിത്തിരയിൽ നമ്മുടെ TV സ്ക്രീനിൽ കാണാൻ പോവുകയാണ്. അപ്പോ ഓഗസ്റ്റ് 30 8 മണിക്ക് ഫൺ ബേബി ഫണ്ണും ഒപ്പം തന്നെ അടിച്ചുകയറിയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സും നിങ്ങളുടെ മുമ്പിലേക്ക് സൂര്യ TV എത്തിക്കുകയാണ്.
കൃത്യം 6 മണിക്കായിരിക്കും ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയും സംഘവും വരും. അളിയ ഒരു കാര്യം ഓ ചോദിക്കട്ടെ? ചോദിക്കളിയാ. കാര്യം ഈ ചാനൽ മൊത്തമായിട്ട് നിങ്ങൾ അങ്ങോട്ട് കുടുംബത്തോടൊക്കെ ഏറ്റെഴുതുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, സൂര്യ ടി വി എനിക്ക് എന്റെ കുടുംബം പോലെയാണ്. ഇപ്പൊ ഞാൻ വന്ന് എന്റെ ഭാര്യ വന്ന് ഇനി എന്റെ പിള്ളേരെയും കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് സന്തോഷം. ഞങ്ങളൊരു കട്ടിലൊക്കെ ഇട്ട് സൂര്യ ടി വി അങ്ങ് കിടക്കും. ഞാൻ മീനവിയിലൊക്കെ ഉണ്ടാക്കി തരാം, എന്നെയും കൂടെ എപ്പോഴും കരുതിയേക്കണം. ഞാൻ ആലോചിക്കട്ടെ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫൺ ബേബി ഫൺ ഇനി മുതൽ ചിരി സൂര്യ ടി വിക്കൊപ്പം.